എല്ലാ ഡീറ്റെയിലും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ഹോം പേജിൽ ലഭ്യമാണ്. ആ വൈറ്റ് പേപ്പർ ഉൾപ്പെടെ അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നതും കണ്ടെത്തുന്നതും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നപ്പോൾ ഞാൻ സ്വാഗതം ചെയ്തത് SCFന്റെ ഇക്കോളജിക്കൽ സിസ്റ്റത്തിലേക്കാണ് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്തത്. അത് ഞാൻ ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കുന്ന എല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെ തന്നെ ആയിരുന്നു സ്വാഗതം ചെയ്തത്. നമ്മൾ ആദ്യം ഇതിനകത്തേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകള് ഒരു ദിവസം ഒരു USDT നമുക്ക് ലഭ്യമാകും എന്ന ഒരു അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ ഇതിനകത്തേക്ക് 100 USDT ഇട്ടാൽ നമുക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കാശുണ്ടാക്കാൻ വേണ്ടി കഴിയും എന്ന ഒരു സങ്കല്പത്തിന്റെ മേലെ മാത്രമാണ് ഈ ഒരു പ്രോഗ്രാമിനകത്തേക്ക് കടന്നു വന്നത്. അതിനപ്പുറത്തേക്കൊന്നും ഒരു വിശദീകരണവും നമ്മുടെ ലീഡർമാരും അതുപോലെ തന്നെ ആഗോള ലീഡർമാരും ആരും തന്നെ നമുക്ക് തന്നിട്ടില്ല. എന്താണ് ഈ പ്രോഗ്രാം എന്നുള്ളത് മനസ്സിലായി വരുമ്പോഴേക്ക് നമ്മൾ വലിയ രീതിയിൽ കാശ്, അഫോർഡബിൾ അല്ലാത്ത കാശ് ഇതിനകത്ത് നിക്ഷേപിച്ചു കഴിഞ്ഞിരുന്നു. അത് നമുക്ക് നമ്മുടെ മൈനിങ് എന്ന രീതിയിലേക്ക് ഒരു കോയിനിന്റെ SCF ബ്ലോക്ക് ചെയിനിന്റെ മൈനിങ് സിസ്റ്റത്തിലേക്ക് പോവുകയും മൈനിങ്ങിൽ നിന്ന് വളരെ ചെറിയ രീതിയിൽ ഇൻകം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. SCFന്റെ ഇക്കോസിസ്റ്റം ഏകദേശം 70%-80% കടന്നു കഴിഞ്ഞു. അതുകൊണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ഫിൻപേ എന്ന് പറയുന്നത് കോർപ്പറേറ്റുകളുടെ ഒരു വലിയ ശൃംഖല അതിനകത്ത് ഇന്നും ഫിൻപേ ഉപയോഗിച്ചു വരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ വേറെ എവിടെയും പോയി അന്വേഷിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ ബ്രൗസർ എടുത്തുകൊണ്ട് നേരെ ഓപ്പൺ ചെയ്യുക, വാലറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നേരെ ഫിൻപേയിലേക്ക് പോവുക. ഫിൻപേയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 4 രീതിയിലുള്ള മേഖലയിൽ ഇടപെടുന്ന കമ്പനികളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ കമ്പനികൾ ഒന്ന് നമ്മുടെ ട്രേഡിംഗ് മേഖലയാണ്, മറ്റൊന്ന് ബാങ്കിങ് മേഖലയാണ്, മറ്റൊന്ന് കമോഡിറ്റീസ് ആണ്, മറ്റൊന്ന് സപ്ലൈ ചെയിൻ ആണ്. അങ്ങനെ 4 മേഖലകളെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. ആ 4 മേഖലകളിലും വ്യത്യസ്തങ്ങളായ കമ്പനികൾ അവര് ഇടപാട് നടത്തുന്നതിന്റെ സ്കാനിലേക്ക്, SCFന്റെ സ്കാനിലേക്ക് പോകാനും അതിന്റെ ഹാഷ് ഐഡിയും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ലഭ്യമാവും. അപ്പം ആ കമ്പനികളുടെ പേരും ഏത് ബാങ്കാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഫിൻപേയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഫിൻപേയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പം ഫിൻപേ എന്ന് പറയുന്നത് ഇക്കോസിസ്റ്റത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. 8 ഇക്കോസിസ്റ്റത്തിൽ ഒരു ഇക്കോസിസ്റ്റം മാത്രമാണ് ഫിൻപേ. അതിനകത്ത് ഇപ്പോഴും ഇടപാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഇടപാട് നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനികൾ ഏതാണ് എന്ന് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പം അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഒരു സാധാരണ ഒരു ബ്ലോക്ക് ചെയിനിന് ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഉണ്ടാവും. വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്ലാനിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ബ്ലോക്ക് ചെയിൻ, അതുമായി ബന്ധപ്പെട്ട ക്രിപ്റ്റോ ഫൈനാൻസിങ്ങുമായി ബന്ധപ്പെട്ട ഒരു എല്ലാ സംവിധാനങ്ങൾക്കും ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഉണ്ടാവും. ആ എക്സ്ചേഞ്ച് എന്ന നിലയിൽ ഇപ്പം നമുക്കറിയാം, ബിനാൻസിന് അതിന്റെ പാൻ കേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ട്. അതുപോലെ തന്നെ യുനിസ്വാപ്പ് ഉണ്ട്, സുഷി സ്വാപ്പ് ഉണ്ട്, അങ്ങനെ സൊളാനക്ക് ഉണ്ട്. എല്ലാ ബ്ലോക്ക് ചെയിനുകളെയും നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ ഇതൊന്നും ഇന്ന് സെർച്ച് ചെയ്യുന്നതിന് വലിയ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല കാര്യമല്ല. നമുക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കാര്യങ്ങളും നമുക്കിന്ന് അവൈലബിൾ ആണ്. നമുക്ക് ഏതൊക്കെ ബ്ലോക്ക് ചെയിൻ ഉണ്ട് എന്നും ഏതൊക്കെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ ഉണ്ട് എന്നും ഒക്കെ നമുക്കിന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്കത് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമാണ്. അതിനൊക്കെ തന്നെ ഒരു യൂട്ടിലിറ്റി ടോക്കണും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഫിൻസ്വാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്ലോക്ക് ചെയിനിന്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. ഫിൻസ്വാപ്പ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ക്രോസ് ചെയിൻ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ ക്രോസ് ചെയിൻ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന നിലയിൽ വലിയ ഇടപാടുകൾ നടക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഫിൻസ്വാപ്പ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഫിൻസ്വാപ്പ് ഇത്രയും കാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് SCFും അതുപോലെ തന്നെ FUSDയും മാത്രമേ നമുക്ക് അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരവസ്ഥ ഫിൻസ്വാപ്പിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഫിൻസ്വാപ്പിന്റെ യൂട്ടിലിറ്റി ടോക്കൺ ആയിട്ടുള്ള FSP എന്ന് പറയുന്ന ടോക്കൺ ഇതിനകത്തേക്ക് ഈ സെപ്റ്റംബർ 30 അത് ലിസ്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫിൻസ്വാപ്പിനകത്ത് അത് അവൈലബിൾ ആവും. അങ്ങനെ അത് അവൈലബിൾ ആവുന്നതോടുകൂടി അത് വെറുതെ ഒരു നോക്കുകുത്തിയായി അവിടെ നിൽക്കുകയല്ല ചെയ്യുക. അവിടെ ഈ FSP നമുക്ക് SCF FSP ആക്കാനും അതുപോലെ FSP SCF ആക്കാനും അതുപോലെ FUSD ആക്കാനും മാറ്റാനും സ്വാപ്പ് ചെയ്യാനും കഴിയുന്ന ഒരവസ്ഥ അതിനകത്ത് ഉണ്ടാവും.
അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് ഒക്കെ തന്നെ അയക്കാനും അത് USDT ആക്കി മാറ്റിയെടുക്കാനും കഴിയുന്ന ഒരു സാഹചര്യം അതിനകത്ത് ഏറെ താമസിയാതെ തന്നെ രൂപം കൊള്ളും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാവേണ്ട കാര്യം, ഞാൻ ഒറ്റൊരു കാര്യം മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഈ SSFന്റെ ഇക്കോളജിക്കൽ സിസ്റ്റത്തിന്റെ, അതായത് പ്ലാറ്റ്ഫോം ഡിവിഡൻഡ് എന്ന നിലയിലാണ് നമുക്ക് ഹാക്കത്തോൺ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് ലഭ്യമാവുന്ന വരുമാനം. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ആ ചാൻസ് ഇതിപ്പോ പറയുമ്പോൾ ചില ലീഡർമാരും ആളുകളും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഗിഫ്റ്റ് അല്ലേ, അതിന് നമുക്ക് എന്താണ് ഇത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവർ ബ്ലോക്ക് ചെയിനുമായി ബന്ധപ്പെട്ട BTCയുടെയോ അല്ലെങ്കിൽ എത്തേറിയത്തിന്റെയോ സൊളാനയുടെയോ അവലാഞ്ചയുടെയോ ഒക്കെ ഹിസ്റ്ററി അവരൊന്ന് പരിശോധിക്കപ്പെടുന്നത് നല്ലതായിരിക്കും. അങ്ങനെ പരിശോധിക്കും. ഇപ്പോ എഡ്യൂക്കേഷന്റെ ഭാഗമായി ഈ നമ്മുടെ ഇതിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ള പ്രോഗ്രാമുകളാണ് ഗ്ലോബൽ ഗ്ലോബൽ അടിസ്ഥാനത്തിൽ ഇപ്പോഴ് കമ്പനി തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതിനൊക്കെ തന്നെ കാലം എടുത്തിട്ടുണ്ട്. 1 വർഷമോ 2 വർഷമോ 5 വർഷമോ 10 വർഷമോ ഒക്കെ എടുത്ത ഒരവസ്ഥ ഇതിനകത്തുണ്ട്. അത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, BTC വിഡ്രോ ചെയ്തവര് 70 രൂപ മുടക്കി 10,000 രൂപയിൽ വിഡ്രോ ചെയ്തവരുണ്ട്. 70 രൂപ മുടക്കി BTC എടുത്തിട്ട് അത് 10 ലക്ഷത്തിൽ വിഡ്രോ ചെയ്തവരുണ്ട്. 70 രൂപ മുടക്കി BTC എടുത്തവര് 52 ലക്ഷത്തിൽ വിഡ്രോ ചെയ്തവരും ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് നമ്മുടെ ഇഷ്ടമാണ്. വിഡ്രോവൽ എങ്ങനെ ചെയ്യണം, വിഡ്രോവൽ കിട്ടും എന്നുള്ള കാര്യം 100% ഉറപ്പായിരിക്കുന്നു. കാരണം ഇത് നമുക്ക് ഈ ലിസ്റ്റിംഗ് തീയതി അടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഈ SSFന്റെ ഇക്കോളജിക്കൽ സിസ്റ്റത്തിലെ പ്ലാറ്റ്ഫോം ഡിവിഡൻഡ് എന്ന നിലയിൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയും. അത് ഞാനടക്കം ആദ്യം മുടക്കിയ എല്ലാ കാശും എന്തിലേക്ക് പോയിട്ടുണ്ട്, മൈനിങ്ങിലേക്ക് പോയിട്ടുണ്ട്. മൈനിങ് ഇൻകം ഒരുപാട് കാലം എനിക്ക് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ മൈനിങ് ഇൻകം നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ മൈനിങ് ഇൻകം നമുക്കിപ്പോഴും SSFൽ കിട്ടുന്നുണ്ട്. അത് ഫിൻചെയിനിലാണ് നമുക്ക്, പിന്നെ SSF ഫിൻചെയിനിലാണ് നമുക്ക് ആ ഇൻകം വന്നുകൊണ്ടിരിക്കുന്നത്. അത് SSFന്റെ വില ഇപ്പോഴും 61 രൂപ 80 പൈസയാണ് ഒരു SSFന്റെ വിലയെങ്കിൽ അത് 100, 120, 200, 300 ആവുന്നതിന് വലിയ കാലതാമസമൊന്നും ഇല്ലാതെ കണ്ട് തന്നെ അത് സംഭവിക്കും. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ എനിക്ക് ഈ മൈനിങ്ങിൽ നിന്ന് വരുന്നിടത്തോളം ഇല്ല ഇൻകം എടുത്താൽ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുടക്കിയ കാശിൽ അധികം എനിക്ക് ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. മാത്രമല്ല അത് ഇപ്പോഴേ നമുക്ക് ഈ നമ്മുടെ SSFന്റെ ഈ ഇക്കോസിസ്റ്റത്തിനകത്തേക്ക് ഉള്ള എല്ലാ ഏർപ്പാടുകളും, ഫിൻസ്വാപ്പും ഫിൻപേയും ഫിൻ എക്സ്ചേഞ്ചും FUSDയും ഫിൻസോളും ഫിൻബോക്സും ഫിൻബില്ലും FinSBTയും ഒക്കെ ഈ സിസ്റ്റങ്ങളെല്ലാം തന്നെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിന്റെ ഒരു സ്ക്രീൻ ഷെയറിംഗിലേക്ക് നമുക്കൊന്ന് പോകാം. നമുക്കൊന്ന് അറൗണ്ട് സെവറൽ ബില്യൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിരവധി ബില്യൺ ഉണ്ടാക്കാൻ വേണ്ടി ആനുവലി ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സംവിധാനമാണ് ഫിൻസ്വാപ്പ്, അതുപോലെ തന്നെ ഫിൻസോള്, അതുപോലെ തന്നെ FUSD, അതുപോലെ തന്നെ ഫിൻപേ. ഇതൊക്കെ അറൗണ്ട് സെവറൽ ബില്യൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിരവധി ബില്യൺ ഡോളറുകൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു മേഖലയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കുറച്ച് മില്യൺ എന്ന നിലയിലേക്ക് വരുന്നത് ഫിൻ ബില്ല് മാത്രമാണ്. അതുപോലെ തന്നെ ഫിൻ ബോക്സ് ആണ് പിന്നെ മില്യൺ എന്ന നിലയിലേക്ക് വരുന്നത്. ബാക്കിയൊക്കെ ബില്യൺ ഡോളറാണ് എന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ സ്ക്രീനിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇതും ഞാൻ വേറെ എവിടെ നിന്നും എടുത്തതല്ല. നമ്മുടെ SSFന്റെ ചെയിനിൽ നമ്മുടെ അല്ലെങ്കിൽ SSFന്റെ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഫ്രണ്ട് പേജിൽ നമുക്ക് എടുത്ത് നോക്കിയാൽ ഹോം പേജിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവിടെ നമ്മൾ സെർച്ച് ചെയ്താൽ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ, ഇതിന്റെ എല്ലാം വിശദമായ പ്ലാനിങ്, റൂട്ട് മാപ്പ് ഒക്കെ തന്നെ അവിടെ ലഭ്യമാണ്. അപ്പം അങ്ങനെ നമ്മുടെ SSFന്റെ ഈ ഇക്കോളജിക്കൽ സിസ്റ്റത്തില് ഈ പറയുന്ന വരുമാനങ്ങളൊക്കെ കൂടി ഒരു പ്ലാറ്റ്ഫോം ഡിവിഡൻഡ് എന്ന നിലയിൽ ആർക്കാണ് ലഭ്യമാവുക? SSFന്റെ മൈനിങ്ങിലേക്ക് പോയ ഒരു മൈനിങ് ഇൻകം എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു പാർട്ടാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ എടുത്ത് നമ്മളൊന്ന് പരിശോധിച്ചാൽ, നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും മൈ മൈനിങ് ഇൻകം, മൈ റിവാർഡ്, അതുപോലെ തന്നെ മൈ ഗിഫ്റ്റ്, അതുപോലെ തന്നെ കോയിൻ ഡിവിഡൻഡ്,
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ ആപ്ലിക്കേഷനിൽ തന്നെ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ എന്താണ് ഈ FSP പ്രോഗ്രാം എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് FSP എന്ന് പറയുന്നത്? FSP എന്ന് പറയുന്നത് നമ്മുടെ ഫിൻസ്വാപ്പിന്റെ യൂട്ടിലിറ്റി ടോക്കൺ ആണ്. ആ യൂട്ടിലിറ്റി ടോക്കൺ എന്ന് പറയുന്നത് ബിറ്റ്കോയിനും അതുപോലെ തന്നെ BTCയും അതുപോലെ തന്നെ എത്തറിയും ഒക്കെ സൊളാനയും ഒക്കെ തന്നെ ഹാക്കത്തോൺ ഫണ്ട് നടത്തിയിട്ടുണ്ട്. അതിന്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും ഏതെല്ലാം കമ്പനികൾ ഏതൊക്കെ ബ്ലോക്ക് ചെയിനുകൾ അത് നടത്തിയിട്ടുണ്ട് എന്ന്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹാക്കത്തോൺ ഫണ്ട് എന്ന് പറയുന്നതിൽ നമ്മൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രീ സെയിലിന്റെ ഭാഗമാണ്. പ്രീ സെയിൽ ആരൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് BNB നടത്തിയിട്ടുണ്ട് പ്രീ സെയിൽ, അതുപോലെ തന്നെ BTC നടത്തിയിട്ടുണ്ട്, സൊളാന നടത്തിയിട്ടുണ്ട്, തുടങ്ങി വളരെ പ്രമുഖമായി നിൽക്കുന്ന എല്ലാ ബ്ലോക്ക് ചെയിനുകളും പ്രീ സെയിൽ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് സെയിലും നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തുമ്പോൾ അവര് പുറത്തിറക്കാൻ പോകുന്ന ടോക്കൺ ചെറിയ വിലയിൽ നമുക്ക് കിട്ടുകയും നമ്മൾ അതിന്റെ ഒരു ഷെയർ ഹോൾഡറായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ പ്രീ സെയിലാണ് ഇപ്പോഴും നടക്കുന്ന ഹാക്കത്തോൺ പ്രോഗ്രാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ഈ ഹാക്കത്തോൺ പ്രോഗ്രാമിൽ നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്നുള്ളത്. ഈ 8 സിസ്റ്റത്തിൽ മേജർ ഇക്കോളജിക്കൽ സിസ്റ്റത്തിൽ നിന്ന് ഇക്കോളജിക്കൽ ടോക്കണിൽ നിന്നും ഒക്കെ വരുന്ന വരുമാനം നമുക്ക് കൃത്യമായി വീതം വെച്ച് കിട്ടുന്ന ഒരവസ്ഥ, ഡിവിഡൻഡ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നു. എങ്ങനെയാണ് ഈ ഡിവിഡൻഡ് കിട്ടുക? അപ്പോൾ ഹാക്കത്തോൺ ഫണ്ടിലെ നമുക്കൊരു ഡിവിഡൻഡ് എന്താണ്, ഏത് രീതിയിലാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് ഹാക്കത്തോൺ ഫണ്ടിലേക്ക് പങ്കെടുക്കുന്ന ഒരാള് ഒരു 100 USDT ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ 50 USDT ഡെപ്പോസിറ്റ് ചെയ്യുന്നു. മിനിമം 50 മുതൽ ഡെപ്പോസിറ്റ് ചെയ്യാം. 50 USDT ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതിന്റെ കൂടെ 50 FUSD ചേർത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം 23 FSP ഇപ്പോഴും കിട്ടും. FSP എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ പ്രീ സെയിലാണ് ഇപ്പോഴും നടക്കുന്നത്. ഒരു നമുക്ക് ഈ ടോക്കൺ നമ്മുടെ കയ്യിലേക്ക് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുകയാണ്. കാരണം ആ ടോക്കൺ നമുക്ക് വാലറ്റിൽ ആ ടോക്കണിന്റെ ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ കാണും, പക്ഷെ അത് റിലീസ് ചെയ്തിട്ടില്ല. എപ്പോഴാണ് അത് റിലീസ് ചെയ്യുക? 30-ാം തീയതിയാണ് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ടോക്കൺ നമ്മുടെ വാലറ്റിനകത്ത് വരുമോ എന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ ടോക്കൺ വാലറ്റിനകത്തേക്ക് നമുക്ക് ലീനിയർ ആയി മാത്രമേ, ലീനിയർ റിലീസ് എന്ന നിലയിൽ മാത്രമേ ലഭ്യമാവൂ. നമുക്ക് ഈ ടോക്കൺ ഇപ്പൊ ഇതിനകത്തേക്ക് സംഭാവന ചെയ്ത് ഈ FSP ടോക്കൺ നമ്മുടെ കയ്യിൽ ലഭ്യമായിരിക്കുന്ന ആളുകൾക്ക് അതിന്റെ അളവും ഡീറ്റെയിൽസും എല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അവർക്ക് 3 ബെനിഫിറ്റ് ഇതിനകത്തുണ്ട്. ഒന്ന്, ഇക്കോളജിക്കൽ സിസ്റ്റത്തിലെ ഈ 8 സിസ്റ്റത്തിൽ നിന്നും ഉണ്ടാക്കുന്ന കോടാനുകോടി വരുമാനത്തിന്റെ പ്ലാറ്റ്ഫോം ഡിവിഡൻഡിന് അവർ അർഹരാണ്. ഇപ്പോഴെടുത്തത് മുതൽ തന്നെ നമുക്ക് പ്ലാറ്റ്ഫോം ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. നമ്മൾ നോക്കുക, അത് SCFലും FUSDയിലും നമുക്ക് ലഭ്യമാണ്. അത് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് എടുത്ത് നമ്മുടെ വാലറ്റിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. മറ്റൊന്ന്, ഇതിനകത്ത് ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ DAO എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അത് ബ്ലോക്ക് ചെയിനകത്തും NFT ഗെയിമിങ്ങിനകത്തും തുടങ്ങിയ Web3 മേഖലയിൽ വളരെ സജീവമായ ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിനകത്ത് ഒരു വോട്ടിംഗ് പവറും കൂടെ നമ്മൾ ഷെയർ ഹോൾഡർ എന്ന നിലയിൽ നമുക്കുണ്ട്. മറ്റൊന്ന് ഗവേണൻസ് ആണ്. നമുക്ക് ഇതിന്റെ ഭരണാധികാരിയായി മാറാൻ എത്ര കണ്ട് ബൈജൂസ് ആപ്പ് നമുക്കറിയാം. ബിജു രവീന്ദ്രൻ ഇന്നിപ്പം ഒരു പുറത്താണ്. ശരിക്കും പറഞ്ഞാൽ ബൈജൂസ് ആപ്പിലെ ഷെയർ ഹോൾഡർമാര് ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡർ ഉള്ളവരാണ് ആ കമ്പനിയെ ഭരിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഗവേണൻസിൽ ഇടപെടാൻ വേണ്ടി കഴിയുന്ന, ഇതിന്റെ അധികാരത്തിലേക്ക് ഇടപെടാൻ വേണ്ടി കഴിയുന്ന നിലയിൽ നമ്മുടെ കയ്യിലുള്ള ഷെയർ എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നുവോ അത്ര കണ്ട് നമുക്ക് ഇതിനകത്ത് ഇടപെടാൻ വേണ്ടി കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോസിബിലിറ്റീസ്. ഈ 3 കാര്യങ്ങളെ നമ്മൾ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കണം. ഇപ്പൊ പ്ലാറ്റ്ഫോം ഡിവിഡൻഡ് നമുക്ക് കിട്ടും. ഈ നമ്മുടെ FSPക്ക് വേണ്ടി ഇപ്പോഴ് ഹാക്കത്തോൺ ഫണ്ടിൽ മുടക്കിയിട്ടുള്ള തുക വിഡ്രോ ചെയ്യുന്നത് വരെ, പൂർണ്ണമായി വിഡ്രോ ചെയ്യുന്നത് വരെ നമുക്ക് പൂർണ്ണമായും ലഭ്യമാകണം. അത് ലഭ്യമായി വിഡ്രോ ചെയ്യുന്നത് വരെ നമുക്ക് ഇതിന്റെ ഡിവിഡൻഡ് നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കും. അത് ഇന്ന് നിങ്ങൾ ഇതിനകത്തേക്ക് വന്നാൽ നാളെ മുതൽ തന്നെ ഡിവിഡൻഡ് നിങ്ങൾക്ക് വന്നു തുടങ്ങും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് SCFലും FUSDയിലും നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. മാത്രമല്ല,
ഇനി ഇതിൽ വോട്ടിംഗ് പവർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ അധികാര സ്ഥാനങ്ങളിലേക്ക് പോലും എത്താം, കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലേക്ക് എത്താം. എത്ര കണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഷെയർ ഹോൾഡർ ആവുന്നു, അത് നമുക്ക് എല്ലാ കാര്യങ്ങളിലേക്കും അറിയാം. അതായത് നമ്മുടെ ഒരു ടാറ്റ സ്റ്റീലിന്റെ ഒരു ഓഹരി എടുത്താൽ, ഓഹരി വിപണിയിൽ എടുത്താൽ, ആ ഓഹരി വിപണിയിൽ നമുക്ക് എല്ലാ പ്രാവശ്യവും നമ്മുടെ ആ ഓഹരി പൂർണ്ണമായും വിറ്റൊഴിവാകുന്നത് വരെ നമ്മൾ അതിന്റെ ഹോൾഡറാണ്. അങ്ങനെ ഹോൾഡറായ നമുക്ക് കൊല്ലത്തിൽ നമുക്ക് എന്ത് കിട്ടും? ലാഭവിഹിതം നമുക്ക് പ്രഖ്യാപിക്കുമ്പോൾ ലാഭവിഹിതം നമ്മുടെ വീട്ടിലേക്ക് ചെക്കായി വരും. ഇനി ഞാനൊക്കെ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരു വലിയ ഇക്കോസിസ്റ്റത്തിന്റെ, ലോകത്ത് എവിടെയും ഇല്ലാത്ത രീതിയിലുള്ള ടെക്നോളജിയെയും അതുപോലെ തന്നെ ക്രോസ് ബോർഡർ പേയ്മെന്റ് എന്ന നിലയിൽ ബാങ്കിങ് മേഖലയെയും അതുപോലെ തന്നെ കമോഡിറ്റീസ് മേഖലയെയും അതുപോലെ ട്രേഡിംഗ് മേഖലയെയും സപ്ലൈ ചെയിൻ മേഖലയെയും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് ക്രോസ് ബോർഡർ പേയ്മെന്റ് സംവിധാനമുള്ള ഒരു ബ്ലോക്ക് ചെയിൻ സംവിധാനം, ഒരു ഇക്കോസിസ്റ്റം. അതുപോലെ തന്നെ ആറ്റോമിക് സ്വാപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനമുള്ള ഫിൻസ്വാപ്പ് പോലെയുള്ള ഒരു വലിയ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്, ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച്, അതുപോലത്തെ ഗെയിമിങ് തുടങ്ങിയ ഈ മേഖലകളെല്ലാം തന്നെ വലിയ രീതിയിൽ കാശുണ്ട്. ഗെയിമിംഗ് മേഖലയിൽ ടേൺ ഓവർ എത്രയാണ് എന്ന് നമ്മൾ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ക്രിപ്റ്റോ മേഖലയിൽ, ബാങ്കിങ് മേഖലയിൽ ഒക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമാണ്. അതിന് വലിയ നോളജ് ഒന്നും വേണ്ട, നമ്മൾ സെർച്ച് ചെയ്യാൻ അറിയുന്നവരൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും. ഈ മേഖലകളിൽ നിന്നെല്ലാം വരുന്ന വരുമാനം നമുക്ക് പ്ലാറ്റ്ഫോം ഡിവിഡൻഡായി നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത്, ഈ ഒരു പ്രോഗ്രാമിനകത്ത് നമുക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എന്താണ് നേട്ടം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ SSCF-ൽ നിക്ഷേപിച്ച് SSCF-ൽ മൈനിങ്ങിൽ നിന്ന് വരുന്ന വരുമാനത്തിനേക്കാൾ വലിയ നേട്ടം ഉണ്ടാവാൻ പോകുന്നത് കമ്പനിയുടെ ഷെയർ ഹോൾഡറായി നിൽക്കാൻ വേണ്ടി കഴിയുന്ന നമ്മൾ ഹോൾഡ് ചെയ്യുന്ന എടുത്തോളം കാലം നമുക്ക് ഇതിൽ നിന്ന് വരുമാനം ലഭ്യമാകുന്ന ഒന്നാണ് ഹാക്കത്തോൺ ഫണ്ടിങ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി അത് മാത്രമാണോ അതിനകത്തുള്ള വരുമാനം? അതിനകത്ത് മേജർ ആയിട്ടുള്ള ഒരു വരുമാനം എന്ന് പറയുന്നതുണ്ട്. ഇതിനകത്ത് 50% എയർ ഡ്രോപ്പ് നമുക്ക് ലഭ്യമാവും. ഈ 50% എയർ ഡ്രോപ്പിന് ചില മാനദണ്ഡങ്ങളുണ്ട്. നിങ്ങളുടെ വാലറ്റ് എത്ര കണ്ട് ചലനാത്മകമാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്കിങ് എന്താണ്, നിങ്ങൾ എത്ര ഓഹരി നിങ്ങളുടെ കയ്യിലുണ്ട്, എത്ര FSP നിങ്ങളുടെ കയ്യിലുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് എയർ ഡ്രോപ്പ് ഉണ്ടാവുക. ഇനി എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന സംവിധാനവും തട്ടിപ്പാണ് എന്ന് പറയുന്ന ലീഡർമാരുണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ബിനാൻസ് പോലെയുള്ള എല്ലാ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിനകത്തും ഒരു ടോക്കൺ ലിസ്റ്റ് ചെയ്യുമ്പോൾ അന്നേരം എയർ ഡ്രോപ്പ് ഉണ്ടാവാറുണ്ട്. ആ എയർ ഡ്രോപ്പ് ലഭ്യമായിട്ടുണ്ട്, എനിക്കൊക്കെ ലഭ്യമായിട്ടുമുണ്ട്. അതുകൊണ്ട് എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് അതിന്റെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിനും ആ ടോക്കണിന്റെ അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിന്റെ, ആ കോയിന്റെ പ്രചാരണം പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള നിങ്ങളുടെ വർക്കിന് തരുന്ന പാരിതോഷികമായിട്ടാണ് എയർ ഡ്രോപ്പ് നമുക്ക് തരുന്നത്. 50% എയർ ഡ്രോപ്പ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ 10 ബില്യൺ ആണ് നമ്മുടെ ടോക്കൺ. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 10 ബില്യൺ ടോക്കൺ ആണ്. 10 ബില്യൺ ടോക്കണിൽ 50% എയർ ഡ്രോപ്പ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഈ ഹാക്കത്തോൺ ഫണ്ടിലേക്ക് നമ്മൾ സംഭാവന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഒന്ന്, ഡിവിഡൻഡ് കിട്ടുന്നു, നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവുന്നു. മാത്രമല്ല നമുക്ക് നിക്ഷേപിക്കുന്ന FSP എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ ഒരു ഫണ്ട്, നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ഫണ്ട് ആസ്തി വർധനവുണ്ടാവുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ആസ്തി ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ ഹാക്കത്തോൺ ഫണ്ട് ചെയ്യുമ്പോൾ ഞാൻ 50 FUSD-യും 50 USDT-യും ചേർത്തുകൊണ്ടാണ് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് അന്ന് ഒരു 75 FSP ആണ് കിട്ടിയത്. FSPക്ക് അന്ന് വില 1 ആയിരുന്നു. ഇപ്പോൾ FSPയുടെ വില 4 കഴിഞ്ഞ് 5-നടുത്തേക്ക് എത്താൻ വേണ്ടി പോകുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ കിട്ടുന്ന നമുക്ക് അത് റിലീസ് ചെയ്തിട്ടില്ല. ഞാനിവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടില്ല. നമുക്ക് എപ്പോഴാണ് ഇത് റിലീസ് ചെയ്യുക? ഇത് റിലീസ് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ 180 ദിവസത്തിന് ശേഷം ലീനിയറായി റിലീസ് ചെയ്യും. ലീനിയർ റിലീസ് എന്ന് പറഞ്ഞാൽ ഭാഗികമായി റിലീസ് ചെയ്യും. നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കിപ്പോൾ ഞാൻ 75 FSP എനിക്ക് കിട്ടിയത്, ഒരു FSPക്ക് 1 USDT വിലയുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോഴതിന്റെ വില ഇപ്പൊ 4.5 USDT-യുടെ അടുത്തേക്ക് വന്നു. ഇത് സെപ്റ്റംബറിൽ ലിസ്റ്റ് ചെയ്യുമ്പോഴേക്ക് 10-20 USDT-യിലേക്ക് എത്തും. അങ്ങനെ 20 USDT-യിലേക്ക് വില വന്നു കഴിഞ്ഞാൽ
നമുക്ക് ഞാൻ 2 ലക്ഷം രൂപയുടെ 10,000 രൂപ ഞാൻ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ 2 ലക്ഷം രൂപയുടെ ഉടമയായി മാറി. ആ 2 ലക്ഷം രൂപ എനിക്ക് ലീനിയർ റിലീസായി ചെയ്യുമ്പോൾ എനിക്ക് ഭാഗികമായി 180 ദിവസത്തിന് ശേഷം ഒരു 25% എനിക്ക് റിലീസ് ചെയ്യുന്നതെങ്കിൽ 50,000 രൂപ എനിക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി കഴിയും. ഞാൻ മുടക്കു മുതലിനേക്കാൾ കൂടുതലാണിത്. ഇത് എല്ലാ ബ്ലോക്ക് ചെയിൻ പിന്നെ ഹാക്കത്തോൺ ഫണ്ടിന്റെയും BTCയുടെയും എത്തേറിയത്തിന്റെയും എല്ലാം ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ എങ്ങനെയാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന, സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. ഇവിടെ നമ്മൾ ആ ഹാക്കത്തോൺ ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ പ്രോഫിറ്റിൽ പോയി അവിടെ മൈ ഗിഫ്റ്റ് പരിശോധിച്ചാൽ അവിടെ റിലീസ്ഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ 0 FSP എന്ന് കാണാൻ വേണ്ടി കഴിയും. എന്ന് പറഞ്ഞാൽ റിലീസ് ചെയ്തിട്ടില്ല. 6 മാസം കഴിഞ്ഞ് 180 ദിവസത്തിന് ശേഷം നമുക്ക് ലീനിയർ റിലീസ് വരുമ്പോൾ ആ റിലീസ്ഡ് അവിടെ പ്രത്യക്ഷമാവും. അപ്പം അത് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി കഴിയും. എക്സ്ട്രാക്ട് ചെയ്യാതെ FSP എത്രയുണ്ട് ബാലൻസ് എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ കഴിയും. അതിനുള്ള സംവിധാനത്തിന്റെ വലിയ മുന്നൊരുക്കത്തോടു കൂടിയാണ് അവരിത് ഇറക്കിയിട്ടുള്ളത്. മാത്രമല്ല ലീനിയർ റിലീസിന് കൃത്യമായ ഒരു റൂൾ ഉണ്ട്. ആ റൂൾ പ്രകാരം ഈ കോയിൻ ഹോൾഡിംഗ് റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഡിവിഡൻഡ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എൻ്റെ 68,489 എൻ്റെ റാങ്കിങ്. അപ്പം 68,489 ആകുമ്പോഴേക്ക് എനിക്കൊരു ലീനിയർ റിലീസ് വരും. അതുപോലെ 2 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും ഈ ഫണ്ട് റിലീസ് ചെയ്യപ്പെടും. അങ്ങനെ റിലീസ് ചെയ്യപ്പെടും എന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴ് ഞാൻ ഹാക്കത്തോൺ ഫണ്ടിൽ കാശിട്ടു, ഞാൻ ഒരു 10,000 രൂപയുടെ അല്ലെങ്കിൽ ഞാനൊരു 100 USD ഇട്ടു, എനിക്ക് FSP കിട്ടി. റിലീസ് ആയ ദിവസം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, പൂർണ്ണമായും വിഡ്രോ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും നമ്മുടെ ഫണ്ട് പൂർണ്ണമായും വിഡ്രോ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥാപനം നിലനിൽക്കില്ല. അപ്പം അതിന്റെ വർധനവ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ആസ്തി വർധനവ് ഉണ്ടാകുന്നു. സിമ്പിളായ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല. നമുക്കൊരു പറമ്പുണ്ട്. ആ പറമ്പ് നമ്മൾ ചെറിയ കാശ് കൊടുത്തിട്ടാണ് വാങ്ങിയത്. ആ പറമ്പ് കാലം കഴിയും തോറും ആ സ്ഥലത്തിന് വലിയ കാശ് ഉണ്ടാവുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇതിനകത്ത് ആസ്തി വർധനവ് ഉണ്ടാവുന്നു. ഒരു കാര്യം. രണ്ടാമത്, ആ പറമ്പിനകത്ത് നമ്മളിപ്പോ തെങ്ങും കവുങ്ങും മാത്രമേ വച്ചിട്ടുള്ളൂ എങ്കിൽ ഇപ്പോഴ് നമുക്ക് അടക്കയും തേങ്ങയും മാത്രമാണ് ആ പറമ്പിനകത്തെ വരുമാനമെങ്കിൽ ഇപ്പോ നമുക്ക് SSFും FUSD മാത്രമാണ് ഇപ്പം വരുമാനം. പക്ഷേ ഇനി അവിടെ മറ്റ് പല വൃക്ഷങ്ങളും വെച്ച് നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാമുള്ള വരുമാനം നമുക്ക് കിട്ടും. ഏതുവരെ? ആ പറമ്പ് വിൽക്കുന്നത് വരെ എന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് ഈ എല്ലാ ഇക്കോസിസ്റ്റത്തിനകത്തും ഉള്ള ഈ പ്രൊജക്ടുകളൊക്കെ തന്നെ സജീവമാകുന്നതോടുകൂടി വലിയ ആസ്തിയിലേക്ക് എത്താൻ വേണ്ടി പോകുന്നവരാണ് ഹാക്കത്തോൺ ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ. ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് പറയാം. SSFനകത്ത് ഒരുപക്ഷെ ലീഡർമാര് ആദ്യം ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് നിങ്ങൾ ഇഷ്ടം പോലെ കാശിട്ടോ വലിയ കാശ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്ന് പറഞ്ഞു. അത് പൂർണ്ണമായും നമ്മുടെ മൈനിങ്ങിലേക്ക് പോയി. മൈനിങ്ങിൽ നിന്ന് വലിയ ഒരു സിസ്റ്റത്തോടു കൂടി വലിയ ഒരു വർധനവോടു കൂടി തന്നെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനകത്തേക്ക് നമ്മുടെ കാശ് വരാൻ പോകുന്നു. അതിനേക്കാൾ വലിയ ഒരു കാശ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. ഒരിക്കലും അഫോർഡബിൾ ആയ കാശുള്ളവർ മാത്രമേ ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യണ്ടൂ. ഒരാളും ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന നിർബന്ധം കമ്പനിക്കോ അല്ലെങ്കിൽ ഈ മീറ്റിംഗ് എടുക്കുന്ന എനിക്കോ ഇല്ല. അതിന്റെ കമ്മീഷൻ വേണം എന്നുള്ള ആഗ്രഹവും ഇല്ല. കാരണം FSP കയ്യിലുള്ള ഒരാള് എന്ന് പറയുന്നത് ഇപ്പം 50 FUSDയും 50 USDTയും ചേർത്ത് ചെയ്യുന്ന ഒരാൾക്ക് 23 FSP ആണ് കിട്ടുക. അവര് എന്ത് തന്നെ വന്നാലും അവരുടെ ലൈഫ് ചേഞ്ചിങ് പ്രൊജക്റ്റ് എന്ന നിലയിൽ മാറാൻ പോകുന്ന ഒന്നാണ് ഈ പ്രൊജക്റ്റ് എന്ന് എനിക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് നമ്മൾ നിക്ഷേപിക്കുന്നവര് വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ട് നിക്ഷേപിക്കുന്നവർ 2 വർഷത്തേക്ക് ഇത് ലോക്കാണ്. ലീനിയർ റിലീസ് എന്ന നിലയിൽ ഭാഗികമായി 180 ദിവസത്തിന് ശേഷം കിട്ടും. ആ കിട്ടുന്ന കാര്യത്തിനെ സംബന്ധിച്ചിടത്താണ് ഞാൻ ഈ സ്ക്രീനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നിക്ഷേപിക്കുന്നവര് അങ്ങനെ മാത്രമുള്ളവരെ നിക്ഷേപിക്കണ്ടു. അല്ലാതെ കുടുംബശ്രീയിൽ നിന്ന് പോയി ലോൺ എടുത്തിട്ടോ. ക്രിപ്റ്റോ കറൻസിയുടെ മേഖല എന്ന് പറയുന്നത് റിസ്ക് ഉള്ള ഒരു മേഖലയാണ്.
ഓഹരി വിപണി എന്ന് പറയുന്നത്, ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് റിസ്ക് ഉള്ള മേഖലയാണ്. അവിടെ റിസ്ക് എടുത്തവരാണ് കാശ് ഉണ്ടാക്കുന്നത്. അതിന്റെ തുടക്കകാലങ്ങളിലൊക്കെ നിക്ഷേപിക്കപ്പെട്ടവരുടെ കുറിച്ചൊക്കെ നമ്മൾ അത്ഭുതം കൂറാറുണ്ട്. കാരണം BTCയിൽ 70 രൂപ കൊടുത്ത് BTC വാങ്ങിയ ആള് 52 ലക്ഷം രൂപ കിട്ടി, അതുകൊണ്ട് എനിക്കും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് 52 ലക്ഷം രൂപ മുടക്കി ഇപ്പോൾ ക്രിപ്റ്റോ വാങ്ങി ഇടുകയും എന്നിട്ട് അതിന്റെ വില താഴോട്ടേക്ക് 30ലേക്ക് എത്തുമ്പോഴേക്ക് അത് കൊടുക്കുകയും എന്നിട്ട് വേഗം സ്ഥലം വിടുകയും പിന്നീട് 1 കോടി അതിന്റെ വിലയായി കഴിയുമ്പോഴേക്ക് തലയിൽ കൈവച്ച് നിലവിളിക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ രീതിയിലല്ല ഇവിടെ പ്രീ സെയിലാണ് നടക്കുന്നത്. ഇപ്പോഴേ നമുക്ക് എടുക്കാൻ പറ്റുന്നവരെടുത്തു വെക്കുക എന്നത് മാത്രമേ ഇത് സംബന്ധിച്ച് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഒരിക്കലും ആരും അവരുടെ കയ്യിൽ ഇല്ലാത്തൊരു കാശ് ഉണ്ടാക്കി ഇത് എടുക്കണമെന്ന് പറയുന്നില്ല. ഒരു ബിസിനസ് ആറ്റിറ്റ്യൂഡിൽ ഈ ഒരു പ്രോഗ്രാമിനെ, ഈ ഒരു ഇക്കോസിസ്റ്റത്തെ ഒരു കാലയളവിൽ നോക്കിക്കാണാൻ വേണ്ടി കഴിയുന്നവർക്കാണ് ഈ FSP എന്ന് പറയുന്ന പ്രോഗ്രാം ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അവരെന്തായാലും വലിയ കാശുകാരായി മാറും എന്നുള്ളത്, അങ്ങനെ മാറിയവരെ ചരിത്രത്തിലുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ഇൻഫോസിസിന്റെ ഓഹരി 91-ൽ 10,000 രൂപ കൊടുത്ത് ഓഹരി എടുത്ത 100 ഓഹരി എടുത്തവര് 2015 വിറ്റപ്പോൾ 3.5 കോടി കിട്ടി. 3.5 കോടി കിട്ടി എന്നതിൽ നമ്മൾ അത്ഭുതം കൂറും. പക്ഷേ നമുക്ക് 3.5 കോടി കിട്ടിയത് ഇത്ര വർഷക്കാലം എടുത്തിട്ടാണ്, ആ കമ്പനി വളർന്നിട്ടാണ്, ആ കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടാണ്. നമ്മളൊരു പ്രോഗ്രാമിനകത്തേക്ക് പങ്കെടുക്കുമ്പോൾ ആ പ്രോഗ്രാമിനകത്ത് നിന്ന് എങ്ങനെയൊക്കെയാണ് നമുക്ക് കാശ് തരുന്നത് എന്നത് ഇവിടെ SSFന് വിശദീകരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മറ്റ് പല പ്രോഗ്രാമിനകത്തും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല, എങ്ങനെ കാശ് തരും എന്ന് വിശദീകരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ആ പ്രോഗ്രാമിനകത്ത് ചേരുന്ന ലീഡർമാരും ആളുകളും ഒക്കെ തന്നെ അവർ പറയുന്നുണ്ടാവുക, നിങ്ങൾക്ക് ഇന്നതുപോലെ പോയടത്തോളം പോയി 6 മാസം പോകുമോ, 6 മാസം ഓടിയാ ഓടി, 1 കൊല്ലം ഓടിയാ ഓടി എന്നുള്ളത് മാത്രമേ പറയാൻ കഴിയൂ. ആരുടെ കയ്യിൽ എപ്പോഴാണോ ഫണ്ടിന്റെ ഫ്ലോ അവിടെ നിൽക്കുന്നത് അപ്പോഴ് അവരുടെ പ്രോഗ്രാമും അവസാനിച്ചു. ഇവിടെ അതല്ല. ഇവിടെ കോർപ്പറേറ്റ് കമ്പനികൾ, അതുപോലെ തന്നെ ക്രോസ് ബോർഡർ പേയ്മെന്റ് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഏറ്റവും അത്യാധുനികമായ ബിറ്റ്കോയിന്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ 3-ാം സ്ഥാനത്ത് മാത്രം അവകാശപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് SSFന്റെ ഈ ഒരു പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിനകത്താണ് നമ്മൾ വരുന്നത്. ഇനി ഇതിനകത്ത് പങ്കെടുക്കുന്ന ആളുകൾക്ക് ഇപ്പൊ ഉണ്ടാവാൻ പോകുന്ന ബെനിഫിറ്റ് എന്താണ്? അതാണല്ലോ നമ്മൾ എല്ലാ കാലവും ആലോചിക്കുന്ന ഒരു കാര്യം. SSF ആയിട്ടും FUSD ആയിട്ടും ഡിവിഡൻഡ് കിട്ടുന്നു. അത് ഫ്യൂച്ചറിൽ വലിയ കാശായി മാറും. ഒരു പറമ്പിന്റെ കഥ പറഞ്ഞതുപോലെ പറമ്പിന്റെ അടിസ്ഥാനപരമായ വില, താരിഫ് വിലയിലും വർദ്ധിക്കും, മാർക്കറ്റ് വില വർദ്ധിക്കും. അതുപോലെ തന്നെ അതിനകത്തുള്ള മരങ്ങൾ മുറിച്ചു വിറ്റാൽ കാശ് കിട്ടും, അതിനകത്തുള്ള ഫലങ്ങളൊക്കെ നമുക്ക് എടുക്കാം എന്നതൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ കാണേണ്ടത് ഇപ്പോഴും നമുക്ക് എന്ത് കിട്ടുമെന്ന് ചിന്തിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഹാക്കത്തോൺ പ്രോഗ്രാം സുന്ദരമായി ചെയ്തു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണ്. വലിയ ബിസിനസ് മൈൻഡ് ഉള്ളവരാണ് ഇതിനകത്ത് കാശിടുക, റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരാണ് ഇതിനകത്ത് കാശിടുന്നത്. അപ്പം ആ രീതിയിലേക്ക് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം. മനോഹരമായ ഒരു പ്രോഗ്രാമാണ് എന്ന് മാത്രമല്ല, നമ്മുടെ ലൈഫിനെ മൊത്തം ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് SSF വന്നിട്ടുള്ളത്. ഞാൻ ഇതിനകത്ത് ഈ ഒരു പ്രോഗ്രാമിനകത്തേക്ക് നിർബന്ധിച്ച് ഫണ്ട് ഇടണം എന്ന് ഞാൻ പറയുന്നില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ പ്രോഗ്രാമിനകത്ത് ഫണ്ട് ഇടുന്ന ഒരാള് അവരുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വെയിറ്റ് ചെയ്യാൻ സന്നദ്ധതയുള്ളവർ മാത്രമേ ഇതിനകത്ത് ഫണ്ട് നിക്ഷേപിക്കേണ്ട കാര്യമുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിനകത്തേക്ക് പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇക്കോസിസ്റ്റത്തിൽ നിന്നുള്ള പ്ലാറ്റ്ഫോം ഡിവിഡൻഡ് എനിക്ക് എല്ലാ കാലവും കിട്ടും. അത് ഈ സെപ്റ്റംബർ കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് ചെറിയ വിലയിലാണെങ്കിലും എടുക്കാൻ വേണ്ടി കഴിയും. വെയിറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാശിലേക്ക് SSFന്റെ വില പോകും. അതുപോലെ തന്നെ FUSDയുടെ വില വലിയ കാശിലേക്ക് പോകില്ല. അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോയിൻ ആയതുകൊണ്ട് അങ്ങനെ പോകില്ല. അതിനെ നമ്മൾ FUSD ആക്കി SSF ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നാണ് ഈ ഒരു പ്രോഗ്രാം. ഇതിനകത്തുള്ള ഹോം പേജിൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. അതിനകത്തുള്ള ഓപ്പൺ സോഴ്സ് പോയി കഴിഞ്ഞാൽ എത്തേറിയം നെറ്റ്വർക്കിലേക്കാണ് നമ്മൾ എത്തുക. എത്തേറിയത്തിനകത്ത് 37ഓളം ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളുമായി ബ്രിഡ്ജിങ്ങിനുള്ള ധാരണയായത് ഉൾപ്പെടെ നമുക്ക് കാണാനും പരിശോധിക്കാനും കഴിയും. ജാവാസ്ക്രിപ്റ്റ് അറിയുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടത് വായിക്കാൻ കഴിഞ്ഞാൽ ഈ പ്രൊജക്ടിന്റെ വലുപ്പം അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് ഈ പ്രൊജക്ട് എന്ന് പറയുന്നത് ഇന്ന്
ലോകത്ത് ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വേഗതയേറിയതും ഏറ്റവും ഫിനാൻഷ്യൽ മേഖലക്കും വ്യവസായ മേഖലക്കും ഗെയിമിംഗ് മേഖലക്കും അതുപോലെ തന്നെ വിഷ്വൽ മീഡിയക്കും ഒക്കെ ബാധകമായ നമുക്ക് ഈ ആണ്. മാത്രമല്ല അങ്ങനെ ഒരു പ്രൊജക്റ്റാണ്. അത് മാത്രമല്ല നമ്മുടെ ഇതിന്റെ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങാൻ വേണ്ടി പോകുന്നു SSF-മായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ SSF-ന്റെ സോങ് ഇറങ്ങാൻ വേണ്ടി പോകുന്നു. തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫിൻബോക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിന്റെ മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതിനും അതിനകത്ത് ഡീസെൻട്രലൈസ്ഡ് ചാറ്റ് നടത്തുന്നതിനും ഒക്കെ പറ്റുന്ന രീതിയിലേക്ക് ഉള്ള ഒന്നാണ്. ബ്ലോക്ക് ചെയിനിന്റെ അനന്തമായ സാധ്യതകളെ ഏറ്റവും വളരെ സമർത്ഥമായ രീതിയിൽ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാം എന്നതിന്റെ ഏറ്റവും വലിയ കോർഡിനേഷനാണ് SSF-ന്റെ ബ്ലോക്ക് ചെയിൻ സംവിധാനം, അതിന്റെ ഇക്കോസിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിനകത്തേക്കാണ് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളെ സ്വാഗതം ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഡെയിലി നമുക്ക് മോശമില്ലാത്ത വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അത് വരുമാനം ഉണ്ടാവണം എന്നുള്ളതുകൊണ്ട് റോങ് ഇൻഫർമേഷൻ കൊടുക്കരുത്. ഇതിനകത്ത് കാശ് നിക്ഷേപിക്കുന്ന ഒരാൾക്ക് 2 വർഷത്തിനുള്ളിൽ മാത്രമേ പൂർണ്ണമായും എത്ര വർധനവ് അതിനുണ്ടായാലും അതൊരു പക്ഷെ 5 ലക്ഷം രൂപ ആയിക്കോട്ടെ, നിങ്ങൾ 10,000 രൂപ നിക്ഷേപിച്ചത് 2 വർഷം കൊണ്ട് 5 ലക്ഷം രൂപ ആയിക്കോട്ടെ, 5 ലക്ഷം രൂപ ആയിക്കഴിഞ്ഞാലും ആ 5 ലക്ഷം രൂപ പൂർണ്ണമായി വിഡ്രോ ചെയ്യാൻ വേണ്ടി കഴിയുക 2 വർഷം കൊണ്ടാണ്. 180 ദിവസത്തിന് ശേഷം ലീനിയർ റിലീസ് എന്ന നിലയിൽ ഭാഗികമായി വിഡ്രോ ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒന്നാണ് ഈ ഒരു പ്രോഗ്രാം. ഇത് മനസ്സിലാക്കി ഇതിനകത്ത് ഇടപെടാൻ വേണ്ടി കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആവശ്യമുള്ള കാശ് നമുക്ക് 10%, 1%, 0.3% ഒക്കെ ആയി കിട്ടുകയും റാങ്ക് അടിസ്ഥാനപ്പെടുത്തി കിട്ടുകയും ഒക്കെ ചെയ്യും. ഈ റാങ്കിങ്ങിനും ഈ പറയുന്ന വരുമാനത്തിനും എല്ലാം തന്നെ എയർ ഡ്രോപ്പും കൂടെ ബാധകമാണ്. അത് SSF-ലും പിന്നെ FUSD-ലും ഒക്കെ തന്നെ അല്ലെങ്കിൽ പിന്നെ FSP-ലും ഒക്കെ തന്നെ എയർ ഡ്രോപ്പ് നമുക്ക് ലഭ്യമാവും. എന്തായാലും ഞാൻ കുഞ്ചൻ നമ്പ്യാരുടെ പക്ഷത്താണ്. കുഞ്ചൻ നമ്പ്യാര് പായസത്തിന്റെ കയ്പ് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആസ്വദിച്ചു കുടിച്ചതുപോലെ ഞാൻ ഈ പ്രൊജക്ട് സജീവമായി ഈ കേരളത്തിനകത്ത് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. കൂടെ നിൽക്കാൻ വേണ്ടി പറ്റുന്നവർക്കൊക്കെ നിൽക്കാം. ഒരിക്കലും റോങ് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് ഒരാളെ കൊണ്ടത്. ഇനിയും ഒരുപാട് ടോക്കണുകൾ ഇതിനകത്ത് വരാനുണ്ട്. അതുപോലെ തന്നെ മോർട്ടിഗേജ് പ്രോഗ്രാം വരാൻ പോകുന്നു. അതുപോലെ തന്നെ നമ്മളെ ട്രേഡിങ്ങിന് നമുക്ക് റഫറൽ കമ്മീഷൻ കിട്ടുന്ന സംവിധാനം വരാൻ പോകുന്നു. തുടങ്ങിയതൊക്കെ ഈ ഒരു പ്രോഗ്രാമിനകത്തുണ്ട്. അതുകൊണ്ട് മാറി മാറി വരുന്ന പ്രൊജക്റ്റുകളുടെ പിറകെ പോയി നമ്മുടെ കാശ് നഷ്ടപ്പെടുത്തുകയും നമ്മുടെ ഫേസ് വാല്യൂ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നതിന് പകരം നമുക്കിത് ത്രൂ ഔട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും നല്ല ഒരു പ്രൊജക്റ്റായിട്ട് ഈ പ്രൊജക്റ്റ് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് മുഴുവൻ ആളുകളും ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു പ്രോഗ്രാം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള സന്നദ്ധത കാണിക്കുക. അവർ ഈ പ്രോഗ്രാം മനസ്സിലാക്കുക. എന്നിട്ട് ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ തന്നെയാണ്. SSF-ന്റെ ഹാക്കത്തോൺ പ്രോഗ്രാം എന്ന് പറയുന്നത് ലൈഫ് ചേഞ്ചിങ് പ്രൊജക്റ്റ് ആണ് എന്നുള്ള കാര്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.